നീ പറഞ്ഞോടാ തയളി. അതെ ഇപ്പൊ പുതിയൊരെണ്ണം വിളിച്ച് തയളിന്ന്. അത് ചിലപ്പോ അവന്റെ പേരായിരിക്കാം കേട്ടോ. തയളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥമുള്ളതാണ്. താ ഒളി, അതായത് തായേ ഒളി. അതിന്റെ അർത്ഥം ഉണ്ടല്ലോ, അതിന്റെ അർത്ഥം പഴയ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആവാം. കൊച്ചിലത്തെ എന്തെങ്കിലും ട്രോമയൊക്കെ ആവാം. നീ എന്നെ മൈരെന്ന് വിളിച്ച് ഞാൻ തിരിച്ച് നിന്റെ അതേ ചോദ്യം തിരിച്ചു ചോദിച്ചു, നീ ഏതാടാ മൈരെന്ന്. അപ്പൊ അങ്ങ് അച്ഛന്റെ പേര് പറയുന്നത് എന്താ ഒന്നും കൂടെ കേട്ടോ നോക്കാം. കൊള്ളാം, നല്ല പേര്. അവൻ എന്താണോ അവന്റെ ആ ഒരു തായോളി എന്ന് പറയുന്ന ആ ഒരു സംഭവം, അവന്റെ ആ ശീലങ്ങള്, അവന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ അവൻ മറ്റുള്ളവരെ വിളിച്ചിട്ട് അവൻ സ്കൂട്ടാവാൻ നോക്കുന്നു. തന്തയില്ലാത്തവന്മാരങ്ങനെ പലതും പറയും. അതാണ്, തന്തയില്ലാത്തവന്മാരങ്ങനെ പലതും പറയും. അപ്പൊ അത് നമുക്കൊരു ബുദ്ധിമുട്ടായെങ്കിൽ നമ്മൾ തിരിച്ച് സംസാരിക്കുക. അപ്പൊ തന്തയില്ലാത്തവന്മാർക്ക് പൊളിയുമ്പോൾ അവന്മാർ ഇങ്ങനെ ഇരുന്ന് അവന്മാരുടെ പേര്, അവന്മാരുടെ വിശേഷണങ്ങൾ, അവന്മാരുടെ വീട്ടിലെ അച്ഛന്റെ അപ്പൂപ്പന്റെ ഒക്കെ വിശേഷണങ്ങൾ നമ്മൾ വിളിക്കും. നേരത്തെ ഒരെണ്ണം പറഞ്ഞത് പുണ്ടെന്ന് കണ്ട് പറഞ്ഞായിരുന്നു, അത് അവന്റെ വീട്ടിലെ പേര്. ഇപ്പൊ തന്തയില്ലാത്തവൻ എന്ന് പറയുന്നത് അത് ഇവന്റെ കാര്യമാണോ ഇവന്റെ അച്ഛന്റെ കാര്യമാണോ എന്നൊന്നും നമുക്കറിയില്ല. ഈ കാണുന്ന റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് അവൻ എൻ്റെ കയ്യിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മറ്റേ നാണം ഇല്ലാത്തവനാണ്, അവൻ ചെയ്ത വീഡിയോയ്ക്ക് ഞാൻ റിയാക്ട് ചെയ്യും, അതുകൊണ്ട് എനിക്ക് നാണമില്ലെന്ന്. നാണമില്ലാത്തൊരു മൈരനാണ്. അപ്പം ഞാൻ ചോദിച്ച്, നീ നാണമുള്ള മൈരനായതുകൊണ്ടാണല്ലോ കണ്ടവൻ്റെ കണ്ടന്റ് എടുത്തിട്ട് ഇങ്ങനെ കൊണ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു റിയാക്ഷൻ കൊടുക്കുമെന്നുള്ളതിൻ്റെ ഒരു പേടിക്ക് ഇവൻ ആദ്യമേ മറ്റേ സൈക്കോളജിക്കലായിട്ട് ഞാൻ റിയാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി കളിക്കുന്ന പോലെ, അത്രയൊക്കെ പേടിക്കേണ്ട ഒരാളില്ലടാ ഞാനെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ചെയ്ത ഈ റിയാക്ഷൻ വീഡിയോയ്ക്ക് ഒരു റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. അവൻ തന്നെ അതിനെ പറഞ്ഞേക്കുന്ന വെള്ളിയാഴ്ച കൊണയെന്നാണ്. അപ്പം അവൻ്റെ വെള്ളിയാഴ്ച കൊണ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇതാണ് വീഡിയോ. അപ്പം നമുക്ക് പ്ലേ ചെയ്യാം. നമസ്കാരം, ആരോ കുണ്ടിയിലിട്ട് തരുമോ എന്നുള്ള വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടു നോക്കാം. അയ്യേ, ഇത്രയും കൊതിയനൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ വേറെ വല്ലയിടത്തും പോയി ഇതൊക്കെ വാങ്ങിച്ചൂടെ? എന്നിട്ട് ആ കിഴപ്പൊക്കെ അങ്ങ് തീർത്തിട്ട് വന്നിട്ട് സോഷ്യൽ മീഡിയ വന്ന് കുണയ്ക്കുന്നതല്ലേ നല്ലത്. അല്ലാതെ സോഷ്യൽ മീഡിയ വന്നിട്ട് ആരൊക്കെ ഉണ്ട് എനിക്ക് കുണ്ടിയിൽ തരാനെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായൊരു രീതി അല്ല കേട്ടോ. അതൊക്കെ ഇവിടുത്തെ ഒരു സംസ്കാരത്തിന് പറ്റിയൊരു സാധനം അല്ല കേട്ടോ, മനസ്സിലാക്കുക. പിന്നെ നിന്റെയൊക്കെ കുണ്ടി കൊതിച്ചിരിക്കുന്ന ഒരുപാട് കൊച്ചു കുണ്ണ ഫാൻസ് ഉണ്ടാവും. പക്ഷെ എന്ന് പറഞ്ഞാലും അത് നിന്റെയൊക്കെ ഈ കിഴപ്പ് തീർക്കാൻ പറ്റിയൊരു സ്ഥലമല്ല സോഷ്യൽ മീഡിയ എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. സ്വന്തം അമ്മയുടെ അടുത്ത് നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടാത്തതിന്റെ അതുകൊണ്ടാണല്ലോടാ മൈര നീ ഇങ്ങനെ വന്ന് മൊബൈലിൽ തൊലിച്ചു വെച്ചിരുന്ന് പറയുന്നേ. എടാ മൈരെ, ദാമ്പത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗികത മാത്രമല്ലടാ, കള്ള മൈര, കാട്ട് മൈര. എന്നെ മൈര എന്ന് വിളിക്കുമ്പോ എനിക്ക് തിരിച്ച് മൈര എന്ന് വിളിക്കാം, ഒരു കുഴപ്പമില്ല. അതിൽ അത് വിളിക്കേണ്ടത് തന്നെ. അയാൾക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അയാളോട് ഉത്തരം പറയുമ്പോ എന്റെ സ്റ്റാൻഡേർഡ് കാണിക്കാൻ ഞാൻ മഹത് വ്യക്തിയായിട്ടൊന്നും കാര്യമില്ല മോളെ. അത് ശരിടാ മഹാനെ. കൊള്ളാം. വാടഞ്ഞു പോകുമ്പോ അച്ഛന്റെ പേര് പറയുവാണ്. ആരെങ്കിലും ചോദിച്ചാ ഞങ്ങളുടെ അച്ഛന്റെ പേരൊക്കെ? നീ എന്നെ മൈരെന്ന് വിളിച്ച് ഞാൻ തിരിച്ച് നിന്റെ അതേ ചോദ്യം തിരിച്ചു ചോദിച്ചു, നീ ഏതാടാ മൈരെന്ന്. അപ്പൊ അങ്ങ് അച്ഛന്റെ പേര് പറയുന്നത് എന്താ ഒന്നും കൂടെ കേട്ടോ നോക്കാം. കൊള്ളാം, നല്ല പേര്. ഞാൻ ലോകത്തിലുള്ള ചുറ്റുമുള്ള ആളുകളോടല്ല ഞാൻ ഈ വർത്താനം പറയുന്നത്. എന്നെ മറ്റേത് പറയുമ്പോ തേർഡ് റേറ്റ് ആയിക്കോട്ടെ, ഫോർത്ത് റേറ്റ് ആയിക്കോട്ടെ, എനിക്ക് വിഷയമുള്ള കാര്യമല്ല. ആലോചിക്കുക കേട്ടോ, ഒന്നും കിട്ടുന്നില്ല എന്ത് പറയണമെന്ന്. മൊത്തത്തിൽ അങ്ങ് അടഞ്ഞു പോയി. അന്നോട്ടി വാപത്തി പിടിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് സാനിറ്റൈസർ തേച്ചിട്ട് എണ്ണാക്കിലോട്ട് തേച്ച് വെച്ച് കൊടുക്കും. നീ അതിനകത്തൊന്നും കയറി പറയേണ്ട കാര്യമില്ല. കാരണം നിന്റെയൊക്കെ വീട്ടിലെ പോലെ ഒരു ദാമ്പത്യ ജീവിതത്തിനകത്തോട്ട് നാട്ടുകാരെ മുഴുവനും വലിച്ചു കയറ്റുന്ന ഒരു ശീലം നമുക്കില്ലാത്തതുകൊണ്ട് അങ്ങനെ കയറി വരണ്ട. നിങ്ങളുടെ വീട്ടിൽ അതാണ് ശീലമെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ വീട്ടിൽ ചെയ്തോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കംപ്ലീറ്റ്ലി അപ് ടു യു. ഞാൻ അതിനകത്ത് എന്താ ഡൗട്ട് ഉള്ളത്? ഈ മയക്കുമരുന്നും മറ്റതും മറിച്ചതും ഒക്കെ വെച്ചിട്ട് വലിയ ചെറ്റക്കളി കളിച്ചിട്ട് നാട്ടിലിറങ്ങിയിട്ട് ഞാനിപ്പോൾ നല്ലവനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആവുക? ഒരു കോപ്പുമില്ല. എന്നെ ഒരു പോലീസ് കേസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള ഇഷ്യൂ കൊണ്ടാണ്. അതിനകത്ത് കുറേ ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്താണ് ഈ ഇഷ്യൂ എന്നുള്ളത്. അതായത് മറ്റേ ബാലേട്ടൻ സിനിമയുടെ അകത്ത് പറയുന്ന പോലെ കൊടുക്കുന്നവരെന്നും കൊടുത്തോണ്ടിരിക്കണം. ഏത് അധ്വാനം, അല്ലാതെ നീയൊക്കെ കൊടുക്കുന്ന സാധനമല്ല പറഞ്ഞത്. അധ്വാനം കൊടുക്കുന്നവരെന്നും അധ്വാനം കൊടുത്തോണ്ടിരിക്കണം. ലൈഫ് അങ്ങ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കണം. വാങ്ങിക്കുന്നവനെന്നും വാങ്ങിച്ചുകൊണ്ടിരിക്കും. അതായത് ഊറ്റുന്നവനെന്നും ഊറ്റിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു കുടുംബജീവിതം. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ജനറലായിട്ട് പറയുന്ന കാര്യമല്ല. ഓൾമോസ്റ്റ് മിക്ക സ്ഥലങ്ങളിലും നടക്കുന്ന അവസ്ഥകളുള്ള വീട്ടിലെ കാര്യം പറയുന്നത്. പക്ഷെ അപ്പം ഈ അനുഭവിക്കുന്നവൻ, അതായത് അവസ്ഥ അനുഭവിക്കുന്നവൻ, അല്ല സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നവനല്ല, അവസ്ഥ അനുഭവിക്കുന്നവൻ എന്നും അവസ്ഥ അനുഭവിച്ചുകൊണ്ട് തന്നെ തീർന്നോട്ടെ എന്ന് പറയുന്നതിൽ കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയായ രീതിയല്ല. പിന്നെ നിനക്കൊന്നും മനസ്സിലാവത്തില്ലായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അച്ഛൻ്റെ അപ്പാപ്പൻ്റെയൊക്കെ സ്വർണ്ണക്കടയും വളക്കടയൊക്കെ ഉണ്ടല്ലോ. പിന്നെ കുറേ ആവശ്യത്തിനധികം മയക്കുമരുന്നും കാര്യങ്ങളും ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ ഫണ്ട് ഉണ്ടാക്കാനായിട്ട്. നമുക്കൊന്നും അങ്ങനെയല്ല, അധ്വാനിച്ച് പണിയെടുത്താലേ കിട്ടുള്ളൂ. നീയൊക്കെ ആദ്യം പറഞ്ഞ പോലെ കുണ്ടി കൊടുക്കാലും കുണ്ടി എടുത്താലും നമുക്കൊന്നും പൈസ ഒന്നും കിട്ടത്തില്ല. നമുക്ക് അങ്ങനെ കിട്ടാൻ വേണ്ട, അധ്വാനിച്ച് പണിയെടുത്ത് ഉണ്ടാക്കാൻ നമ്മൾ റെഡിയാണ്. പക്ഷെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതിൽ നിന്ന് വിഴുങ്ങണമെന്ന് ആര് പറഞ്ഞാലും അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റൂല. ഇതെൻ്റെ അടുത്ത് കുറേ പേര് ഇവൻ ഈ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു മൊണ്ണ അത്രേ ഉള്ളൂ. അതായത് നീ പറഞ്ഞ കുണ്ണത്തരത്തിന് തിരിച്ച് നല്ല അടിപൊളി മറുപടി പറഞ്ഞ ഒരു മൊണ്ണ, അത്രയും കൂട്ടിയാൽ മതിയടാ, അത് മതി. അവനെ പറഞ്ഞപ്പോൾ അവൻ അതേപോലെ രീതിയിൽ പറയാൻ ശ്രമിക്കുന്നതാണ്. അപ്പോഴേ അത്രേ ഉള്ളൂ. അപ്പൊ നിനക്ക് കൊള്ളുന്നതും നിന്റെ വാ അടഞ്ഞു പോണതും ഇവിടെ കാണുന്നുണ്ട്. അപ്പോഴേക്കും വാവ വന്ന് മൊണ്ണയുടെ വാ പൊത്തുന്നുണ്ട്. മൊണ്ണെ പറയല്ലേ, മൊണ്ണെ പറയല്ലേ മൊണ്ണെ. എടാ എന്റെ വാവ എന്റെ വാ പൊത്തിക്കോട്ടെ, എന്റെ കണ്ണ് പൊത്തിക്കോട്ടെ, എന്റെ ചെവി പൊത്തിക്കോട്ടെ, അത് കംപ്ലീറ്റ്ലി ഞങ്ങളുടെ കാര്യം അടക്കോട്ടെ. കേറണ്ട, ഇടപെടാൻ വരണ്ട, നിനക്കൊന്നും അതിനകത്ത് അവസരങ്ങളില്ല. അത് നീ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നിന്റെ വീട്ടിലൊക്കെ നീ അത് ഇടപെടുകയോ ഇടപെടാതിരിക്കുകയോ ചെയ്തുള്ളൂ. അല്ലേ മൊണ്ണെ, സാരടാ മൊണ്ണെ, നീ പറഞ്ഞടാ മൊണ്ണെ. തന്തയില്ലാത്തവന്മാരങ്ങനെ പലതും പറയും. അതാണ്, തന്തയില്ലാത്തവന്മാരങ്ങനെ പലതും പറയും. അപ്പൊ അത് നമുക്കൊരു ബുദ്ധിമുട്ടായെങ്കിൽ നമ്മൾ തിരിച്ച് സംസാരിക്കുക. അപ്പൊ തന്തയില്ലാത്തവന്മാർക്ക് പൊളിയുമ്പോൾ അവന്മാർ ഇങ്ങനെ ഇരുന്ന് അവന്മാരുടെ പേര്, അവന്മാരുടെ വിശേഷണങ്ങൾ, അവന്മാരുടെ വീട്ടിലെ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെയൊക്കെ വിശേഷണങ്ങൾ നമ്മൾ വിളിക്കും. നേരത്തെ ഒരെണ്ണം പറഞ്ഞത് പുണ്ടെന്ന് കണ്ട് പറഞ്ഞായിരുന്നു, അത് അവൻ്റെ വീട്ടിലെ പേര്. ഇപ്പൊ തന്തയില്ലാത്തവൻ എന്ന് പറയുന്നത് അത് ഇവന്റെ കാര്യമാണോ ഇവന്റെ അച്ഛൻ്റെ കാര്യമാണോ എന്നൊന്നും നമുക്കറിയില്ല. നീ പറഞ്ഞോടാ. അതെ, ഇപ്പൊ പുതിയ ഒരെണ്ണം വിളിച്ച് തയളിന്ന്, അത് ചിലപ്പോൾ അവന്റെ പേരായിരിക്കാം കേട്ടോ. തയളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥമുള്ളതാണ്, താ ഓളി, അതായത് തായേ ഓളി. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ പ്രത്യേകിച്ച് മലയാളികൾക്ക് പറഞ്ഞേണ്ട കാര്യമില്ല. എല്ലാവരെയും, അതായത് വാ തുറന്നു കഴിഞ്ഞാൽ ഇവനായിട്ടൊരു ഇഷ്യൂ പോലും ഇല്ലാത്തവരൊക്കെ വാ തുറന്നു കഴിഞ്ഞാൽ തയളി എന്ന് വിളിക്കുന്നവന്റെ ഒരു കൾച്ചർ എന്നല്ല, അവൻ എന്താണോ ആ സാധനമാണ്, അവന്റെ ആ ഇൻസെക്യൂരിറ്റിയാണ് അവൻ മറ്റുള്ളവരിൽ തീർക്കുന്നത്. അത് സിമ്പിൾ സൈക്കോളജിയാണ്. അതായത് ഒരു ബുള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഇത് കാണും. അതായത് ഞാൻ ഒന്നുമല്ല, ഞാൻ വേസ്റ്റാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു താഴെയാണ്. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാവരെയും സംസാരിക്കുമ്പോൾ ആദ്യം അഭിസംബോധന ചെയ്യേണ്ടത് തയളി എന്നുള്ള പേരാണ് എന്നുള്ളതാണ് ഇവൻ്റെയൊക്കെ ഒരു വിചാരം. അതുകൊണ്ട് തന്നെ അവൻ്റെ പേരുകൾ അവൻ പറയുന്നു. അവൻ എന്താണോ അവൻ്റെ ആ ഒരു തായോളി എന്ന് പറയുന്ന ആ ഒരു സംഭവം, അവൻ്റെ ആ ശീലങ്ങൾ, അവൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ അവൻ മറ്റുള്ളവരെ വിളിച്ചിട്ട് അവൻ സ്കൂട്ടാവാൻ നോക്കുന്നു. പക്ഷേ ഇറ്റ് ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ് മാൻ. നീ അത് നിന്നിൽ തന്നെ വർക്ക് ചെയ്യണം. നീ അത് ഒന്നെങ്കിൽ ഏതെങ്കിലും നല്ല അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ള, എന്ന് വെച്ചാൽ നിന്നെ പോലത്തെ മറ്റേ സാധനങ്ങൾ കൊണ്ട് നടക്കുന്നവരെയല്ല, വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട്, അത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ, ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടർക്ക് ഇങ്ങനെ പറയണം, ഡോക്ടറെ എനിക്കിങ്ങനെ ഇതുപോലെയാണ് എന്നെ തോന്നുന്നത്, മേ ബി പഴയ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടാവാം, അതിൻ്റെ അർത്ഥം ഉണ്ടല്ലോ, അതിൻ്റെ അർത്ഥം പഴയ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്റ്റഡ് ആവാം, കൊച്ചിലത്തെ എന്തെങ്കിലും ട്രോമയൊക്കെ ആവാം. അപ്പോൾ ആ സാധനം ഒന്ന് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് ഡോക്ടർ അനുഭവത്തോടു കൂടി അതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് ഇറങ്ങിയാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ നാട്ടുകാർ മുഴുവനും, ഇപ്പം നീ തയളിന്ന് വിളിക്കുന്ന ആളുകൾ മുഴുവനും തിരിച്ച് ഇതുപോലെ പറഞ്ഞു തരേണ്ടി വരും. അങ്ങനെ പറഞ്ഞു തന്നത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിയാൽ നിനക്ക് തന്നെ കൊള്ളാം. അല്ലെങ്കിൽ നാളെ ഈ വർത്താനമായിട്ട് നീ ആർക്കെങ്കിലും പോകും, അവർ തിരിച്ച് ഇതുപോലെ നല്ല ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ വായും പൊത്തി ഇങ്ങനെ കുറച്ചൊരു ആലോചിച്ചിരിക്കേണ്ടി വരും എന്ന് പറയണതൊക്കെ അവസ്ഥയായി പോകും. പൊളിഞ്ഞിരിക്കുവാന്ന് തോന്നുന്നു കേട്ടോ, ഒന്ന് കണ്ണൊക്കെ ഇങ്ങനെ പുറത്ത് വരണുണ്ട്. എന്തേ ഉത്തരം തിരിച്ചു വന്നപ്പോൾ അടഞ്ഞു പോയാ? ഇങ്ങനെ ഉത്തരം തിരിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ കഴിഞ്ഞ വീഡിയോടകത്ത് പറഞ്ഞത് ഞാൻ മറ്റേ നാണയമില്ലാത്ത മൈരനെ ഞാൻ ഇതിനെ റിയാക്ട് ചെയ്തപ്പോൾ കൊണ്ട് കണ്ട മൈരന്, അതാണ് സംഭവം. അപ്പം അത്രേ ഉള്ളൂ കേട്ടാ, വേറെ ഒന്നും അവനങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മേ ബി അടഞ്ഞു പോയതാവാം, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴേലും ഡീറ്റെയിൽഡ് ആയിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് ഇരിക്കുവാവാം. ഇത്ര പറഞ്ഞുതരാനുള്ളത്, അതായത് ലോകത്ത് ഒരുപാട് തരം മനുഷ്യരുണ്ട്. ഇപ്പം ഞാനും അതിനകത്ത് ഒരു തരം മനുഷ്യൻ തന്നെ. അതായത് ഞാൻ മറ്റേ പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനോ നല്ല മനുഷ്യനോ അങ്ങനെയൊന്നും അല്ല. ഒരിക്കലും ഞാൻ അങ്ങനെ അഭിനയിച്ച് കാണിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്താ, ഞാൻ തീരുമാനിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണോ ആ എന്നെ തന്നെ നിങ്ങൾ കണ്ടാൽ മതി. ഇപ്പം ഞാൻ ചെയ്യുന്നതായാലും ഇവൻ ചെയ്യുന്നതായാലും ഇവൻ ലോകത്തെ ഒന്നും മുകളിൽ കൊണ്ടുപോകാനോ ഒന്നുമല്ല. ഞങ്ങൾ എല്ലാവരും വീഡിയോ ചെയ്യുന്ന എന്തിനാ, അവനവൻ്റെ പോക്കറ്റിൽ പൈസ നിറയ്ക്കാനായിട്ട്. പിന്നെ അതിനകത്ത് എനിക്ക് ഒരു ക്ലീനപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ എന്തെങ്കിലും ഒരു നല്ല പോസിറ്റീവ് മെസ്സേജ് കൊടുക്കാനോ തോന്നിക്കഴിഞ്ഞാൽ അതെൻ്റെ നന്മയാണ്. പക്ഷെ ആക്ച്വലി അത് മണ്ടത്തരമാണ് ഈ നന്മയെന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം അങ്ങനെ വിചാരിച്ച് നിന്നിട്ട് ലോകത്തുനിന്ന് അപകടങ്ങളും ആക്രമണങ്ങളും മാത്രമേ കിട്ടുള്ളൂ. അത് അങ്ങനെയാണ്, എനിക്ക് മനസ്സിലായ കാര്യം അങ്ങനെ കേട്ടോ. അതുകൊണ്ട് എൻ്റെ പാത പിന്തുടരൂ എന്ന് ഞാൻ ആരോടും പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ പോകുമ്പോൾ, ആരെയും ഉപദ്രവിക്കാണ്ട് പോകുമ്പോൾ, നമ്മളെ ഇങ്ങോട്ട് കയറി ഉപദ്രവിച്ച് താറടിച്ചൊക്കെ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ തന്തയില്ലാത്തവനെന്നും തായളിൽ നിന്നും മൈരനെന്നും ഒക്കെ വിളിക്കുമ്പോൾ തിരിച്ച് അതേ വിളികൾ നമ്മൾ തിരിച്ചു തരുമ്പോൾ, കൊള്ളാം നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന്
ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കുക. അതിപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ട്രോളോളികളായിക്കോട്ടെ, അല്ലെങ്കിൽ കണ്ടവൻ്റെ കണ്ടന്റ് എടുത്തിട്ട് മുമ്പുന്ന കണ്ടന്റ് ഓളികളായിക്കോട്ടെ, കമന്റിൽ വന്നിട്ട് കൊണ പറയുന്ന കമന്റ് ഓളികളായിക്കോട്ടെ, ഈ എല്ലാ ഓളികളും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കൾച്ചർ കാണിക്കുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഫീൽ ആവുന്ന അനുസരിച്ചിട്ട് ഞാൻ റിപ്ലൈ തരുന്നു, എനിക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം. അത്രേ ഉള്ളൂ കാര്യം. എന്തായാലും രാവിലെ തന്നെ ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ഇവന് നല്ലോണം പൊളിഞ്ഞ് പണ്ടാരമായി, ഇവനങ്ങ് ഇല്ലാണ്ടായി എന്ന് എനിക്ക് മനസ്സിലായപ്പം ഒരു പോസിറ്റിവിറ്റി കിട്ടിയിട്ടുണ്ട്. അതുപോലെ കമൻസിനകത്തും ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇതുപോലത്തെ കൊണ പറയുന്നവന്മാർക്ക് അതേ രീതിയിൽ തന്നെ അതേ ഭാഷയിൽ തന്നെ തിരിച്ച് മറുപടി കൊടുക്കണമെന്നുള്ളത്. ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഫീൽ ആയപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ മറുപടി കൊടുത്തപ്പോണ്ടല്ലോ, ഇവന്മാർ ഉപയോഗിച്ച അതേ പദപ്രയോഗങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ റിപ്ലൈ ചെയ്തപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതും കൂടെ കൊണ്ടായിരിക്കണം ഇവന് ഇത്രയും കൊണ്ടിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഇവൻ്റെ പേരുകൾ ഞാൻ ഇവനെ വിളിച്ചെന്നും പറഞ്ഞിട്ട് ഇവൻ അത്രയും ഫീൽ ആവേണ്ട കാര്യമില്ല. പക്ഷേ ആളുകൾക്ക്, ഞാൻ പ്രശ്നേഷാണല്ലോ, അപ്പം ഈ പ്രശ്നേഷ് പറയുന്ന മറുപടിയിൽ പോലും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ഇവനൊക്കെ ആരെ തെറി പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, ഇവനൊക്കെ എല്ലാവരും തെറികളുടെ അർഹതയോ അവകാശം ഉണ്ട് എന്ന് വിചാരിച്ച് നടക്കുന്ന കുറേ പടുവാണങ്ങളുണ്ട്, വാണക്കുറ്റികൾ, കുറേ കൊച്ചു കുണ്ണുകളുണ്ട്. അപ്പം ഇവന്മാരൊക്കെ ഇവനെയൊക്കെ മറ്റേ ഹീറോ ആയിട്ടൊക്കെ എടുത്തിങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചേക്കുമ്പോൾ അതിനൊരു ചാഞ്ചാട്ടമാണ്. അതായത് അതിന് ഒരു കൊളാപ്സ് സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇതുപോലെ സമൂഹത്തിലെ നെഗറ്റീവ് ഇമേജ് ആൾക്കാരെല്ലാം കൂടെ എടുത്ത് വെച്ച് തന്നേക്കുന്ന ഞാനൊരു മറുപടി പറയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വരുമ്പോൾ ഉണ്ടല്ലോ, ഇവൻ്റെ ആ ഒരു ഫൗണ്ടേഷനാണ് ഇളകുന്നത്. അപ്പോൾ ഇവൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സാധനമാണ്. കാരണം ബേസിക് ആയിട്ടുള്ള മെയിൻ സ്രോതസ് ഓഫ് ഇൻകം ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇവൻ്റെ നിലനിൽപ്പിനെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇത്രത്തോളം ഫീലായെന്ന് എനിക്ക് തോന്നുന്നു. സന്തോഷമുണ്ട്, തിരിച്ച് നല്ല അടിപൊളിയായിട്ട് മറുപടി കൊടുക്കാൻ പറ്റിയതിലും അത് കറക്റ്റ് സ്ഥലത്ത് അത് എന്നുള്ളതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഈ വീഡിയോ വരുമ്പോഴും ഇതിനേക്കാളും കൊള്ളുമെന്ന് എനിക്കറിയാം. കൊള്ളണം. അത്രയും മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവന് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കാനും ശക്തി ഉണ്ടാവണം. സാരമില്ല, നിനക്ക് സഹിക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റിയാലും ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിന്നോട് തന്നെയുള്ള നിൻ്റെ ആ ഒരു ഇൻസെക്യൂരിറ്റി മാറ്റാനായിട്ട് അത് നല്ലതായിരിക്കും കേട്ടോ, ഹെൽപ്പായിരിക്കും.